അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം അതൊരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും വന്നിട്ടുണ്ടാകും. ഫറവോന്റെ മൃതദേഹം മമ്മി എങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചു? 1891 ക്രിസ്തുബ്ദത്തിനു മുമ്പ് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു. ദൈവത്വം അവകാശപ്പെട്ട ഫറവോന്മാരുടെ മൃതദേഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നോ, അവരുടെ സംഭവങ്ങൾ എവിടെയാണെന്നോ, ഉണ്ടോ ഇല്ലയോ എന്നോ. ദിവ്യഗ്രന്ഥങ്ങളായ തോറ, ബൈബിൾ, ഖുർആൻ എന്നിവയിൽ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ട്. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം ബനി ഇസ്രായേൽ ജനതയെ പിന്തുടർന്ന ഫറവോൻ തന്റെ സൈന്യത്തോടൊപ്പം വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അതേസമയം ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ ജനതയ്ക്കും അള്ളാഹുവിന്റെ കൽപ്പനയാൽ വെള്ളം വഴി തന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ബൈബിളും തോറയും നിശബ്ദമാണ്. എന്നാൽ ഖുർആൻ പാക്കിൽ അതിന്റെ അന്ത്യത്തെക്കുറിച്ച് ഒരു വിചിത്രമായ കാര്യം പറഞ്ഞിരിക്കുന്നു. അതാർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. അതിനാൽ നിന്റെ ശരീരത്തെ കടലിൽ നിന്ന് പുറത്തെടുത്ത് നാം സംരക്ഷിക്കും. അങ്ങനെ നീ പിന്നീട് വരുന്നവർക്ക് ഒരു പാഠമാകും. സൂറത്തുൽ യൂനുസ് ആയത്ത് നമ്പർ 92. ഈ സംഭവം ഇന്നു മുതൽ 3.5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഫറവോൻ മുങ്ങി മരിച്ചതിനു ശേഷം കടൽ അള്ളാഹുവിന്റെ കൽപ്പനയാൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതേസമയം ബാക്കി സൈന്യത്തിന്റെ ഒരു അടയാളവും കാണാതായി. ഈജിപ്തുകാരിൽ നിന്ന് ഒരു വ്യക്തി തീരത്ത് കിടക്കുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞ് കൊട്ടാരക്കാർക്ക് അറിയിച്ചു. ഫറവോന്റെ മൃതദേഹം കൊട്ടാരത്തിലെത്തിച്ചു. കൊട്ടാരക്കാർ പ്രശ്നം ചർച്ച ചെയ്ത് അദ്ദേഹത്തെ പൂർണ്ണമായ ബഹുമാനത്തോടും ആദരത്തോടും കൂടി ശവപ്പെട്ടിയിൽ വെച്ച് സംരക്ഷിച്ചു. ഹനൂത്ത് പ്രക്രിയയ്ക്കിടെ അവരിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു. ഫറവോൻ കടലിൽ മുങ്ങി മരിച്ചതാണ്. മരണത്തിനു ശേഷം കുറച്ചുകാലം വെള്ളത്തിൽ കിടന്നതിനാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കടൽ ഉപ്പുകളുടെ ഒരു പാളി പറ്റിപ്പിടിച്ചിരുന്നു. ഈജിപ്തുകാർ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിലെ ആ ഉപ്പുപാളി അങ്ങനെ തന്നെ വിട്ടു. അങ്ങനെ തന്നെ ഹനൂത് ചെയ്ത് സംരക്ഷിച്ചു. സമയം കടന്നുപോയി. ഭൂമിയും ആകാശവും ധാരാളം വിപ്ലവങ്ങൾ കണ്ടു. അവയുടെ പൊടിക്കടിയിൽ എല്ലാം മറഞ്ഞു. പോലും ഫറവോനിമാരുടെ ഹനൂത്ത് ചെയ്ത മൃതദേഹങ്ങൾ ഭൂമിയുടെ അടിയിൽ മറഞ്ഞു. അവരുടെ പേരുകൾ പുസ്തകങ്ങളിലും അവരുടെ നിർമ്മാണങ്ങളിലും ആളുകളുടെ മനസ്സുകളിലും മാത്രം ബാക്കിയായി. ഈ സംഭവത്തിന് 10 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഈ ലോകത്ത് അള്ളാഹുവിന്റെ അവസാന പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട അവസാന ഗ്രന്ഥത്തിൽ ഫറവോനിമാരുടെ കഥകൾ വിശദമായി വിവരിക്കപ്പെട്ടു. അതിന്റെ തുടർച്ചയായി ആ ഫറവോന്റെ ശരീരം സംരക്ഷിക്കുന്ന കാര്യവും ഒരു ആയത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അതിന്റെ സത്യതയിൽ എല്ലാ വിശ്വാസികളുടെയും ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവത്വം അവകാശപ്പെട്ട ആളിന്റെ മൃതദേഹം എവിടെ സംരക്ഷിക്കപ്പെട്ടു, എങ്ങനെ അതിനെ പാഠത്തിന്റെ അടയാളമാക്കും? 1871 ക്രിസ്തുബ്ദത്തിൽ ഈജിപ്തിലെ അൽഗുർണിയ നഗരത്തിലെ ഒരു ദരിദ്രനും സാധാരണ കള്ളനുമായ അഹ്മദ് അബ്ദുൾ റസൂലിന് ഫറവോനിമാരുടെ ഹനൂത് ചെയ്ത മൃതദേഹങ്ങളിലേക്കുള്ള രഹസ്യപാതയിലേക്ക് പ്രവേശനം ലഭിച്ചു. അഹ്മദ് അബ്ദുൾ റസൂൽ പഴയ വസ്തുക്കൾ മോഷ്ടിച്ചു വിൽക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം നൈൽ നദീതീരത്ത് തസ്ബീഹയുടെ സ്ഥലത്ത് അതിനായി അലഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു രഹസ്യപാതയുടെ വിവരം ലഭിച്ചു. അവിടെ പഴയ വസ്തുക്കൾക്കായി അദ്ദേഹം കുഴിക്കുകയായിരുന്നു. അപ്പോൾ ചിലർ അദ്ദേഹത്തെ പിടികൂടി പോലീസിന് കൈമാറി. അദ്ദേഹം കുഴിച്ച സ്ഥലത്തു നിന്ന് ലഭിച്ച പാതയുടെ തുടർച്ചയായ കുഴിക്കലിനു ശേഷം 1891 ക്രിസ്തുബ്ദത്തിൽ മറ്റൊരു മമ്മിയോടൊപ്പം ആ മുങ്ങി മരിച്ച ഫറവോന്റെ മൃതദേഹവും അവിടെ ലഭിച്ചു. അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിയിലും നെഞ്ചിന്റെ സ്ഥലത്തും അദ്ദേഹത്തിന്റെ പേര് എഴുതിയിരുന്നു. ഈ മമ്മികളെ വിദഗ്ധർ കെയ്റോയിലേക്ക് കൊണ്ടുപോയി. മമ്മികളുടെ വിശദമായ പരിശോധനയിൽ ഫറവോന്റെ മമ്മിയിലെ പറ്റിപ്പിടിച്ച കടൽ ഉപ്പുകളുടെ പാളിയിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചു. ഇത് അള്ളാഹു വെള്ളത്തിൽ മുങ്ങിച്ച് ഏറ്റവും മോശമായ ശിക്ഷ നൽകിയ ആ ഫറവോനാണ്. ഇത് വളരെ വലിയ സംഭവമായിരുന്നു. ഇതിന്റെ സ്ഥിരീകരണത്തിനായി ലോകമെമ്പാടുമുള്ള പുരാവസ്തു വിദഗ്ധരും ശാസ്ത്രജ്ഞരും ഈജിപ്തിലേക്ക് പോയി. വിവിധ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു, മറ്റ് മൃതദേഹങ്ങളെ അപേക്ഷിച്ച് ഫറവോന്റെ മൃതദേഹത്തിൽ മാത്രം കടൽ ഉപ്പുകളുടെ പാളി പറ്റിപ്പിടിച്ചിരുന്നു. ഈ സ്ഥിരീകരണത്തിന് ശേഷം അതിനെ ഫറവോന്റെ മൃതദേഹമായി പ്രഖ്യാപിച്ച് മ്യൂസിയത്തിൽ സംരക്ഷിച്ചു. 1982 ഫറവോന്റെ മൃതദേഹം കേടുവരാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ഈജിപ്ത് ഗവൺമെന്റ് ഫ്രാൻസ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു, ഫറവോന്റെ മമ്മിയെ കേടുവരുന്നതിൽ നിന്ന് രക്ഷിക്കുക. കൂടാതെ ആധുനിക ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മരണകാരണം കണ്ടെത്തുക.
അങ്ങനെ ഈജിപ്തും ഫ്രാൻസും ഗവൺമെന്റുകൾ ചേർന്ന് മമ്മിയെ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്തു. ഫറവോന്റെ മൃതദേഹം ഫ്രാൻസിലെത്തിച്ചപ്പോൾ വിമാനത്താവളത്തിൽ ആ കാലത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് സ്വയം ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോടും എല്ലാ മന്ത്രിമാരോടും സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥരോടും കൂടി സ്വാഗതം ചെയ്യാൻ അവിടെയുണ്ടായിരുന്നു. ഫറവോന്റെ മൃതദേഹത്തിന്റെ സ്വാഗതം ഏതെങ്കിലും മഹാനായ ജീവിച്ചിരിക്കുന്ന രാജാവിനെ പോലെ നടത്തി. സൈനിക വിഭാഗങ്ങൾ സല്യൂട്ട് നൽകി. ഫറവോന്റെ മമ്മിയെ വിദഗ്ധ ഡോക്ടർമാരുടെ ടീമിന് കൈമാറി. ഈ ടീമിന്റെ നേതൃത്വം ഡോക്ടർ മോറിസ് ബുക്കേ നിർവഹിച്ചു. മൈക്രോസ്കോപ്പ് പരിശോധനകളിലൂടെ മമ്മിയുടെ എല്ലാ ഭാഗങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അറിഞ്ഞു, അദ്ദേഹത്തിന്റെ മൃതദേഹത്തിലും ശരീരത്തിലും കടൽക്കണങ്ങൾ ഇപ്പോഴുമുണ്ട്. മരണകാരണവും വെള്ളത്തിൽ മുങ്ങുന്നതിനാലാണ്. ഒരു രാജാവിന്റെ മരണം വെള്ളത്തിൽ മുങ്ങുന്നതിനാലാണ്. ഇത് ഡോക്ടർ മോറിസിന് അത്ഭുതകരമായിരുന്നു. അദ്ദേഹം ഈ മമ്മിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ അറിഞ്ഞു, ഈ രാജാവിന്റെ മരണസാഹചര്യങ്ങൾ മുസ്ലിംകളുടെ നബി ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ പാക്കിൽ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ മൃതദേഹം ലഭിച്ച സ്ഥലം ഒരു ഇസ്ലാമിക രാജ്യമാണ്. അങ്ങനെ ജിജ്ഞാസയുടെ കൈകളാൽ നിർബന്ധിതനായി അദ്ദേഹം ഈജിപ്തിലെത്തി. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം ഈജിപ്തിലെ തന്നെ ഒരു ശാസ്ത്രജ്ഞനെ കണ്ടു. ആ ശാസ്ത്രജ്ഞൻ ഖുർആൻ പാക്ക് തുറന്ന് സൂറത്തുൽ യൂനുസിന്റെ ആയത്ത് നമ്പർ 90, 92 എന്നിവയുടെ വിവർത്തനം വാക്കുതോറും കേൾപ്പിച്ചു. ഫറവോന്റെ ദൈവത്വ അവകാശവാദം അദ്ദേഹത്തിന്റെ വെള്ളത്തിൽ മുങ്ങി മരണം പിന്നീട് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് മൃതദേഹത്തിന്റെ ഹനൂത്ത് പിന്നീട് മൃതദേഹത്തിന്റെ കണ്ടെത്തൽ പിന്നീട് ആധുനിക ശാസ്ത്രീയ കാലത്ത് മൃതദേഹത്തിന്റെ വീണ്ടും സംരക്ഷണം എല്ലാം ഒരു ദിശയിലേക്കാണ് സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. നിന്നെ പിന്നീട് വരുന്നവർക്ക് പാഠത്തിന്റെ അടയാളമാക്കും. ഫറവോന്റെ മൃതദേഹം അങ്ങനെ സംരക്ഷിച്ച് ലോകത്തിനു മുമ്പാകെ വച്ചിരിക്കുന്നു. ഇന്റർനെറ്റിന്റെ ഒരു ക്ലിക്കിൽ മാഗസിനുകൾ, ജേണലുകൾ, ടിവി ചാനലുകൾ, മ്യൂസിയങ്ങളിൽ അറബുകളായ മനുഷ്യരുടെ കണ്ണുകൾക്ക് മുമ്പിൽ ദയനീയാവസ്ഥയിലുണ്ട്. പാഠത്തിനായി ചിന്തിക്കാൻ, ആരാധനയ്ക്ക് യോഗ്യനും എന്നെന്നും നിലനിൽക്കുന്നവനും എല്ലാറ്റിന്റെയും സൃഷ്ടാവും പോഷകനുമായവനാണ്. ഡോക്ടർ മോറിസ് ആയത്തിന്റെ വിവർത്തനം കേട്ടപ്പോൾ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു സത്യമാണവന്റെ ഖുർആൻ, സത്യമാണവന്റെ നബി ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണ്. കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.